എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുന്നു. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 10 ഇന്ന് ആരംഭിക്കുകയാണ്. ധ്രുവൻ്റെ ചരിതം. അധ്യായം 10 ധ്രുവൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമൻ്റെ മരണം, ഉത്തമനെ വധിച്ച യക്ഷന്മാരുമായി ധ്രുവ മഹാരാജാവ് യുദ്ധം ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഈ ഒരു ദശകത്തിൽ ഈ ഒരു അധ്യായം 10 നമ്മൾ കാണുന്നത്. ശ്ലോകം 1. ഇതിപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ധ്രുവൻ അച്ഛനാലും ചിറ്റമ്മയാലും ആക്ഷേപിക്കപ്പെട്ട് കൊട്ടാരം വിട്ടിറങ്ങി കാട്ടിൽ പോയി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം മധുവനത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ച് സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങി തിരിച്ചു വന്ന് കൊട്ടാരത്തിൽ വന്നു. ധ്രുവൻ്റെ ആ തേജസ് കണ്ട് അച്ഛനും രണ്ടമ്മമാരും സഹോദരനും അതുപോലെ പ്രജകളും ആ രാജ്യത്തിലെ മുഴുവൻ പ്രജകളും ധ്രുവനെ സ്തുതിച്ചു. ധ്രുവൻ്റെ കഴിവും ധ്രുവൻ്റെ ആ മഹത്വവും മനസ്സിലാക്കിയിട്ട് പിതാവ് തന്നെ ധ്രുവനെ രാജാവാക്കാൻ തീരുമാനിച്ചു. അതിന് കൊട്ടാരത്തിലെ എല്ലാ പുരോഹിതന്മാരുടെയും മഹത് വ്യക്തികളുടെയും പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ജനങ്ങൾ വരെ ധ്രുവനിൽ സംപ്രീതരായിരുന്നു. ധ്രുവൻ്റെ ആ മഹത്വം കണ്ട് ധ്രുവനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ധ്രുവനെ രാജാവാക്കാൻ തീരുമാനിച്ച് അതിനുശേഷം ധ്രുവൻ്റെ പിതാവായ ഉത്താനപാദ മഹാരാജാവ് സമയമായപ്പോൾ വിരക്തനായി കൊട്ടാരമൊക്കെ രാജഭരണമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ കാട്ടിലേക്ക് വാനപ്രസ്ഥത്തിനായി പോയി. തുടർന്ന് ധ്രുവൻ യുവരാജാവായി അഭിഷേകം ചെയ്തു, ആ സ്ഥാനത്തിൽ എത്തി. ഇത്രയും ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇനി ശ്ലോകം 1 മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിതുരരോട് പറയുകയാണ്. പ്രജാപതേ ദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ ഉഭയേമേ ഭ്രമിം നാമ തത്സുതൗ കൽപ്പവത്സരൗ. അതായത് മൈത്രേയ മഹർഷി പറയുകയാണ്, പ്രജാപതിയുടെ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ ദുഹിതരം പുത്രിയായിട്ടുള്ള വൈ ധ്രുവഃ, ആ ധ്രുവരാജാവ്, അപ്പോൾ ധ്രുവ മഹാരാജാവ് ശിശുമാരൻ എന്ന പ്രജാപതിയുടെ ദുഹിതരം എന്നാൽ പുത്രിയായിട്ടുള്ള ഭ്രമീം എന്നു പേരുള്ള മകളെ നാമ എന്ന് വെച്ചാൽ പേരുള്ള മകളെ ഉഭയേമേ വിവാഹം കഴിച്ചു. തത് സുതൗ അവരുടെ പുത്രന്മാരാണ് കൽപ്പവത്സരൗ, കൽപ്പനെന്നും വത്സരൻ എന്നും 2 പുത്രന്മാർ അവർക്കുണ്ടായി. അപ്പോൾ ധ്രുവ മഹാരാജാവ് ആദ്യം വിവാഹിതനായതാണ് പറയുന്നത്. ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ ഭ്രമിയെ വിവാഹം ചെയ്തു. അവർക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായത്, കൽപ്പൻ എന്നും വത്സരൻ എന്നും. അപ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഭ്രമീം ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രി ഭ്രമി. പക്ഷേ എന്ന് പറയുമ്പോൾ ഈ പേരുകളൊക്കെ നോക്കി നോക്കൂ. ശിശുമാരൻ, ഭ്രമീം എന്ന് വെച്ചാൽ ഭ്രമണം ചെയ്യുക, കൽപ്പൻ എന്ന് വെച്ചാൽ കൽപ്പം, വത്സരൻ എന്ന് വെച്ചാൽ വത്സങ്ങൾ, സംവത്സരങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതൊക്കെ കാലവുമായി ബന്ധപ്പെട്ട് വരുന്ന നാമങ്ങളാണ്. അപ്പോൾ കഥയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ചരിതം ഇതിനെ കഥാരൂപത്തിൽ ധ്രുവൻ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയെ വിവാഹം കഴിച്ചു, ഭ്രമിയെ. അവർക്ക് കൽപ്പൻ എന്നും വത്സരൻ എന്നും 2 പുത്രന്മാരുണ്ടായി എന്ന് പറയാം കഥയായിട്ട്. ഇനി ഇതിൻ്റെ താത്വിക വശം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കാലവുമായി ബന്ധപ്പെട്ട നാമങ്ങളാണ്. അവരൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലായോ? കാരണം ഇത് നമുക്കറിയാം,
ഏറ്റവും ആദ്യത്തെ ആ സത്യയുഗത്തിൽ ഇങ്ങനെ സൃഷ്ടികർമ്മം നടന്നു വരുന്ന സമയമാണെന്ന്. അപ്പം കൽപ്പങ്ങൾ, സംവത്സരങ്ങൾ ഇതൊക്കെ ഉണ്ടായി. ഭ്രമീം എന്ന് വെച്ചാൽ ഭ്രമണം, കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നാമങ്ങളെയൊക്കെ പ്രതീകമാക്കി പറയുന്നത് ഇതിൻ്റെ തത്വവശം കാലചക്രം തിരിയുന്നു, വർഷങ്ങളും കൽപ്പങ്ങളും ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാം. കഥയായിട്ട് പറയുമ്പോൾ 2 പുത്രന്മാരുണ്ടായി എന്നും. ഇനി അത് കൂടാതെ മറ്റൊരു പത്നി കൂടി ഉണ്ട് ധ്രുവന്. അതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇളയാം അഭിഭാര്യായാം വായോഹോ പുത്ര്യാം മഹാബലഃ പുത്രം ഉൽക്കന നാമാനാം യോഷിത് രത്നം അജീജനത്ത്. ഇളായാം അഭി, ഇള എന്നു പേരുള്ള ഭാര്യ ഉണ്ടായിരുന്നു. വായോഹോ പുത്രിയാം, വായുദേവന്റെ പുത്രിയായിരുന്നു. മഹാബലവാനായിട്ടുള്ള ധ്രുവനെ വായുദേവന്റെ പുത്രിയായ ഇളയെ വിവാഹം കഴിച്ചു. അപ്പം ഇള എന്ന പേരിൽ മറ്റൊരു ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് പുത്രനെയും ഉൽക്കന നാമാനാം, ഉൽക്കലൻ എന്ന നാമം പേരുള്ള ഒരു പുത്രനും, അതുപോലെ യോഷിത് രത്നം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ രത്നം പോലെ തിളങ്ങുന്ന യോഷിത് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയും അജീജനത്ത് ജനിച്ചു എന്ന്. അപ്പോൾ ധ്രുവന് ആദ്യ ഭാര്യയാണ് ശിശുമാരൻ എന്ന രാജാവിൻ്റെ മകളായിട്ടുള്ള ഭ്രമി, അതിൽ 2 പുത്രന്മാർ. അതുകൂടാതെ വായുദേവന്റെ പുത്രിയായ ഇളയെയും ധ്രുവൻ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു പുത്രനും ഒരു പുത്രിയാണ്. പുത്രൻ ഉൽക്കലൻ എന്ന നാമത്തിൽ പുത്രൻ അറിയപ്പെടുന്നു. പുത്രി വളരെ ഒരു സ്ത്രീ രത്നം, അത്രയും രത്നം പോലെ തിളങ്ങുന്ന ശോഭിക്കുന്ന ഒരു പുത്രിയും അവർക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ധ്രുവൻ്റെ ജീവിതം നമുക്ക് മനസ്സിലായി. 2 വിവാഹം കഴിച്ചു, ഇത്രയും മക്കളും ഉണ്ടായി. ഈ സമയം ധ്രുവൻ ഒരു സഹോദരനുണ്ടല്ലോ, ഉത്തമൻ. ആ കാര്യമാണ് ശ്ലോകം 3 പറയുന്നത്. ഉത്തമഃ തു അഗൃത ഉദ്വോഹ മൃഗയായാം ബലീയസ ഹതഃ പുണ്യജനേന അദ്രൗ തന്മാതാ അസ്യ ഗതിം ഗതഃ. ഉത്തമഃ തു അഗൃത ഉദ്വാഹ മൃഗയായാം ബലീയസ ഹതഃ പുണ്യജനേന അദ്രൗ തന്മാതാ അസ്യ ഗതിം ഗതഃ. ഉത്തമനാകട്ടെ, ധ്രുവന്റെ സഹോദരനായ ഉത്തമനാകട്ടെ, അഗൃത ഉദ്വാഹ എന്നാൽ വിവാഹം, അഗൃത എന്ന് വെച്ചാൽ കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഉത്തമൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഉത്തമൻ മൃഗയായ നായാട്ടിനായിട്ട് പോയപ്പോൾ ബലീയസ വളരെ ശക്തിമാനായ, മനസ്സിലായോ, വളരെ ശക്തിയുള്ള പുണ്യജനേന അദ്രൗ, പുണ്യജനം എന്ന് വിളിക്കുന്നത് യക്ഷന്മാരെയാണ് കേട്ടോ. അങ്ങനെ ജനേന എന്ന് വെച്ചാൽ ഒരു യക്ഷനാൽ, അദ്രൗ എന്ന് വെച്ചാൽ ഹിമാലയ പർവ്വതത്തിൽ, ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഈ യക്ഷന്മാർ താമസിച്ചു വരുന്നത്. ഭഗവാൻ മഹാദേവന്റെ പ്രത്യേക അനുഗ്രഹവും സംരക്ഷണത്തിലും ജീവിക്കുന്ന ദേവന്മാരാണ് യക്ഷന്മാർ എന്ന് വിളിക്കുന്നത്. അവർ കൈലാസ പർവ്വതം, ഹിമാലയത്തിൻ്റെ താഴ്വരയിലാണ് ഈ യക്ഷന്മാരുടെ താമസ സ്ഥലം. അപ്പോൾ പുണ്യജനേന എന്ന് പറയുന്നത് യക്ഷന്മാരെ. അങ്ങനെയുള്ള അതിൽ വെച്ച് ഒരു യക്ഷനാൽ അദ്രൗ എന്നാൽ ഹിമാലയ പർവ്വതത്തിൻ്റെ ആ താഴ്വരയിൽ വെച്ച് ഹതഹ കൊല്ലപ്പെട്ടു. ഇത് അറിഞ്ഞ് തൻ മാതാ അസ്യ, ആ ധ്രുവന്റെ അമ്മയായിട്ടുള്ള സുരുചി ഗതിം ഗതഹ, തൻ്റെ മകൻ്റെ അതേ ഗതിയെ, അതേ അവസ്ഥയെ ഗതഹ പ്രാപിച്ചു എന്ന്. അതായത് മകൻ പോയത് കാട്ടിൽ വെച്ച് മരണപ്പെട്ടത് അറിഞ്ഞപ്പോൾ സുരുചിയും അതുപോലെ കാട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ച് കാട്ടുതീയിൽ വെച്ച് അവരും ദഹിച്ച് ഇല്ലാതാവുകയും ചെയ്തു. ഇത് ഭഗവാന്റെ അനുഗ്രഹം ധ്രുവന് കിട്ടിയപ്പോൾ ധ്രുവനോട് ഭഗവാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്. അതേപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചതും എന്ന്. അപ്പോൾ ധ്രുവന്റെ സഹോദരനായ ഉത്തമൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ നായാട്ടിനായിട്ട് കാട്ടിൽ പോയപ്പോൾ അതീവ ബലശാലിയായിട്ടുള്ള ഒരു യക്ഷനാൽ ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് വധിക്കപ്പെട്ടു. മകന് സംഭവിച്ച അവസ്ഥ, ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കിയ അമ്മ സുരുചി, ഉത്തമൻ്റെ അമ്മ സുരുചിയും കാട്ടിലേക്ക് പോയി അതേ ഗതിയെ തന്നെ പ്രാപിച്ചു. കാട്ടിൽ വെച്ച് കാട്ടുതീയിൽ അവർ ദഹിച്ചില്ലാതാവുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതിനെ ഭാഗവതത്തിൽ ഇങ്ങനെ ഇത്ര ചുരുക്കി മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇനി ശ്ലോകം 4 ധ്രുവോഹോ
ഭ്രാതൃവധം ശ്രുത്വാ കോപം അമർഷ ശുച അർപ്പിതഃ ജൈത്രം സ്യന്തനം ആസ്ഥായ ഗതഃ പുണ്യജനാലയം. ധ്രുവഃ, ആ ധ്രുവ മഹാരാജാവ്, ഭ്രാതൃവധം, തൻ്റെ സഹോദരൻ്റെ വധത്തെക്കുറിച്ച് ശ്രുത്വാ, കേട്ടപ്പോൾ, കോപം, ആദ്യം കോപം വന്നു, പിന്നെ അമർഷം, പക എന്ന് വെച്ചാൽ പ്രതികാരം, ആ സഹോദരനെ വധിച്ചവരോട് പകരം വീട്ടണമെന്ന പ്രതികാരദാഹമുണ്ടായി, ശുച, ദുഃഖവുമുണ്ടായി. ഇവ മൂന്നും കൊണ്ട് അർപ്പിത, ഇവ മൂന്നും നിറഞ്ഞ ആ മനസ്സോടെ നിൽക്കുന്ന ധ്രുവനാകട്ടെ ജൈത്രം, വിജയകരമായിട്ടുള്ള സ്യന്തനം എന്ന രഥം. അപ്പം ധ്രുവന്റെ രഥം അത്യധികം വിജയകരമായ ആ രഥത്തിലേക്ക് ആസ്ഥായ, കയറിയിട്ട്, ഗതഹ, പോയി, പുണ്യജനാലയം, പുണ്യജനങ്ങളായ യക്ഷന്മാർ വസിക്കുന്ന നഗരത്തിലേക്ക് പോയി. ആ നഗരത്തിൻ്റെ പേരാണ് അളകാപുരി. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഭഗവാൻ മഹാദേവനാൽ സംരക്ഷിക്കപ്പെട്ടിട്ട് അതിൻ്റെ താഴ്വരയിൽ അളകാപുരി എന്ന നഗരത്തിലാണ് ഈ യക്ഷന്മാർ താമസിക്കുന്നത്. അവിടേക്ക് ധ്രുവൻ അങ്ങനെ പുറപ്പെട്ടു. അപ്പം തൻ്റെ മകൻ, തൻ്റെ സഹോദരൻ വധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ കോപവും പ്രതികാരദാഹവും ദുഃഖവും നിറഞ്ഞ മനസ്സോടുകൂടി ധ്രുവൻ ആ വിജയകരമായ രഥത്തിലേക്ക് കയറിയിട്ട് യക്ഷന്മാരെ കൂട്ടത്തോടെ വധിക്കാൻ, ആ സഹോദരനെ വധിച്ച ഒരു യക്ഷനെയല്ല, യക്ഷന്മാരെ കൂട്ടത്തോടെ വധിക്കാനായിട്ട് യക്ഷന്മാർ താമസിക്കുന്ന ആ ഒരു അളകാപുരി എന്ന നഗരത്തിലേക്ക് പുറപ്പെട്ടു. ശ്ലോകം 5. ഗത്വാ ഉദീജീം ദിശം രാജ രുദ്ര അനുചര സേവിതാം ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യക സംകുലാം. ഗത്വ എന്ന് വെച്ചാൽ പോയി, ഉദീജീം, ഉദീജി എന്ന് വെച്ചാൽ ഉദീജീം ദിശം, വടക്ക് ദിശയിലേക്ക്. രാജാവായ ധ്രുവൻ വടക്ക് ദിശയിലേക്കാണ് പോയത്, അളകാപുരിയിലേക്കല്ലേ, അപ്പോൾ വടക്ക് ദിശയിലേക്ക് പോയി. അവിടെ രുദ്ര അനുചര സേവിത, രുദ്രൻ മഹാദേവന്റെ അനുചരന്മാരാൽ, അതായത് ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെട്ടിട്ട് ഹിമവത് ദ്രോണ്യാം, അതായത് ഹിമാലയത്തിൻ്റെ, ദ്രോണ്യാം എന്ന് വെച്ചാൽ താഴ്വരയിൽ, പുരീം, അളകാപുരി എന്ന നഗരത്തിൽ, ഗുഹ്യക സങ്കുലാം, ഗുഹ്യകന്മാർ എന്ന ഒരു വിഭാഗം ഭൂതഗണങ്ങളാൽ, സങ്കുലാം എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടിട്ടുള്ള അളകാപുരി എന്ന നഗരത്തെ ധ്രുവൻ ദദർശ, കണ്ടു. അപ്പോൾ ധ്രുവൻ രഥത്തിൽ കയറി പുറപ്പെട്ടിട്ട് പോയത് ഉദീജീം ദിശം, വടക്ക് ദിശയിലേക്കാണ് ധ്രുവൻ പോയത്. അവിടെ ചെന്നപ്പോൾ മഹാദേവന്റെ ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെട്ടിട്ട്, അതായത് ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടിട്ടാണ് അളകാപുരിയിൽ യക്ഷന്മാർ താമസിക്കുന്നത്. അപ്പം മഹാദേവന്റെ ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെട്ടിട്ട് ഗുഹ്യകന്മാർ എന്ന ഒരു വിഭാഗം ദേവന്മാർ ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടിട്ട് ഹിമാലയ പർവ്വതത്തിൻ്റെ, അപ്പം ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കൈലാസത്തിൻ്റെ ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിലായിട്ട് അളകാപുരി എന്ന നഗരത്തെ ധ്രുവൻ കണ്ടു. യക്ഷന്മാർ താമസിക്കുന്ന ആ നഗരത്തെ ധ്രുവൻ കണ്ടു എന്ന്. ശ്ലോകം 6. ദത്മൗ ശംഖം ബൃഹത് ബാഹുഃ ഖം ദിശഃ ച അനുനാദയൻ യേന ഉദ്വിഗ്നദൃശഃ ക്ഷത്ത ഉപദേവ്യോ അത്രസൻ വൃഷം. ദത്മൗ ശംഖം, അതായത് ചെന്ന വഴിക്ക് ധ്രുവൻ എന്താ ചെയ്തതെന്നറിയാം, കോപവും പ്രതികാരവും ആണല്ലോ മനസ്സിൽ. അപ്പോൾ യുദ്ധത്തിന് വിളിക്കുക എങ്ങനെയാണ്, ശംഖു മുഴക്കിയിട്ട്. ആ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശംഖനാഥം മുഴക്കിക്കൊണ്ടാണ് യുദ്ധത്തിന് തയ്യാറായി എന്ന് അറിയിക്കുക ശത്രുവിനെ. അപ്പോൾ അതേപോലെ തന്നെ ധ്രുവൻ അവിടെ ചെന്നിട്ട് ദത്മൗ ശംഖം, തൻ്റെ ശംഖ് എടുത്തിട്ട് ഒരു യുദ്ധത്തിനുള്ള ആ കാഹളം മുഴക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു. ബൃഹത് ബാഹു, ശക്തമായ കരങ്ങളുള്ള ആ ധ്രുവൻ, ശക്തമായ കരങ്ങളുള്ള ആ ധ്രുവൻ തൻ്റെ ശംഖ് എടുത്തിട്ട് യക്ഷന്മാരെ യുദ്ധത്തിന്, പോരിന് വിളിച്ചു. ഗം ദിശഃ, ഗം എന്ന് വെച്ചാൽ ആകാശം, ദിശഃ എന്ന് വെച്ചാൽ ചുറ്റുദിക്കുകളെയും, അനുനാദയൻ, അതായത് അവിടെയൊക്കെ പ്രതിധ്വനിക്കുന്ന രീതിയിലായിരുന്നു ശംഖെടുത്ത് വിളിച്ചത്. ആകാശവും ഭൂമിയും സകല ദിക്കുകളും ആറ്റൊലികൊള്ളുന്ന രീതിയിൽ ധ്രുവൻ അങ്ങനെ ആ ഉറക്കെ തൻ്റെ ശംഖനാദം മുഴക്കി യക്ഷന്മാരെ പോരിന് വിളിച്ചു. യേന, അവിടെയുള്ള ഉദ്വിഗ്നദൃശഃ, ഉദ്വിഗ്നദൃശഃ എന്ന് വെച്ചാൽ ആകാംക്ഷഭരിതരായി നിന്നു എന്ന്. ആര്? ക്ഷത്ത എന്ന് വിളിക്കുന്നത് ഇവിടെ വിതുരര്, മൈത്രേയ മഹർഷി വിതുരരെയാണ് കേട്ടോ. അലയോ വിതുരരെ, അതാണ് ക്ഷത്തഃ എന്ന് പറയുന്നത്. ഉപദേവ്യോ എന്ന് വെച്ചാൽ യക്ഷന്മാരുടെ പത്നിമാര്, അത്രസൻ, പരിഭ്രാന്തരായിട്ട്, വൃഷം, വളരെയധികം എന്ന്. അവിടെ ഈ ശംഖനാഥം കേട്ടപ്പോൾ യക്ഷന്മാരുടെ പത്നിമാര് ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു
അപകടം നിറഞ്ഞ ഒരു ശബ്ദം പോലെ വളരെ പരിഭ്രാന്തരായിട്ട് അവർ അതുപോലെ തന്നെ ആകാംക്ഷഭരിതരായും നിന്നു എന്ന്, പേടിച്ചിട്ട്. എങ്ങനെയാ, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്, എവിടെയാണ് ഈ ഒരു ശംഖനാദം മുഴങ്ങുന്നത്, എവിടെ നിന്നാണ് എന്ന് ആലോചിച്ചിട്ട് യക്ഷന്മാരുടെ പത്നിമാരൊക്കെ പരിഭ്രാന്തി കൊണ്ടു എന്നാണ് പറയുന്നത്. ഈ ശബ്ദം കേട്ടപ്പോൾ, ശംഖനാദം മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ. പക്ഷേ യക്ഷന്മാർക്ക് മനസ്സിലായി ഇത് യുദ്ധകാഹളം തന്നെയാണെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു? ധ്രുവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെ വന്നു. അതാണ് ശ്ലോകം 7 പറയുന്നത്. തതഃ നിഷ്ക്രമ്യ ബലിന ഉപദേവ മഹാബടഃ അസഹന്ത തത്നിനാദം അഭിഭേദു ഉദായുധഃ. തതോ നിഷ്ക്രമ്യ ബലിന ഉപദേവ മഹാബടഃ അസഹന്ത തത് നിനാദം അഭിഭേദു ഉദായുധഃ. തതഃ അനന്തരം, അതായത് ധ്രുവൻ ആ ശംഖനാദം മുഴക്കിയത് കേട്ടപ്പോൾ നിഷ്ക്രമ്യ പുറത്തേക്ക് വന്നു, ബലിന വളരെ ശക്തവാന്മാരായിട്ടുള്ള ഉപദേവ മഹാബടഃ. ഉപദേവൻ എന്ന് വെച്ചാൽ കുബേരൻ്റെ മഹാബട, ഭടന്മാർ, അതായത് യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. കുബേരന് മഹാദേവന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ്, ദേവനാണ്. അപ്പം യക്ഷന്മാരുടെ രാജാവായിട്ടുള്ള കുബേരൻ, അതാണ് ഉപദേവ എന്ന് പറയുന്നത്. ആ കുബേരന്റെ മഹാബട, അതിശക്തരായിട്ടുള്ള ഭടന്മാർ എന്ന് വെച്ചാൽ ആ മഹാസൈനികർ, യക്ഷന്മാർ ഈ ശംഖനാദത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ കൊട്ടാരത്തിൽ നിന്നും, അളകാപുരി നഗരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അസഹന്ത, അത് സഹിക്കാൻ പറ്റാതെ എന്ന്, തത് നിനാദം, ആ ശംഖനാദം കേട്ട് സഹിക്കാൻ പറ്റാതെ, അഭിഭേദു എന്ന് വെച്ചാൽ ആക്രമിച്ചു, ഉദായുധ, വിവിധ ആയുധങ്ങൾ, നിരവധി ആയുധങ്ങൾ എടുത്തിട്ട് അവരങ്ങനെ ധ്രുവനോട് യുദ്ധത്തിനായി പുറത്തേക്ക് വന്നു എന്ന്. അപ്പം യക്ഷന്മാരുടെ രാജാവായ കുബേരൻ്റെ മഹാസൈന്യം, അതിശക്തന്മാരായ ഭടന്മാരായിട്ടുള്ള യക്ഷന്മാരെല്ലാം ഈ ശംഖനാദം യുദ്ധകാഹളം തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റിയില്ല, ആ ശംഖനാദം. അപ്പോൾ അവർ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അളകാപുരി നഗരത്തിൽ നിന്നും പുറത്തേക്ക് ധ്രുവനോട് യുദ്ധം ചെയ്യാൻ പുറത്തേക്ക് വന്നു. ശ്ലോകം 8. സഹ താൻ ആപതതഃ വീര ഉഗ്രധന്വ മഹാരഥഃ ഏകം യുഗപത് സർവാൻ അഹം ബാണൈഃ ത്രിഭിഃ. സഹ താൻ ആപതതഃ വീര ഉഗ്രധന്വ മഹാരഥഃ ഏകം യുഗപത് സർവാൻ അഹം ബാണൈഃ ത്രിഭിഃ. അതായത് സഹ, ആ ധ്രുവ മഹാരാജാവ്, താൻ ആപതതഃ, തൻ്റെ നേരെ വരുന്ന വീരഹ, വീരനായിട്ടുള്ള ഉഗ്രധന്വ, ശക്തനായ വില്ലാളിയായ മഹാരഥഃ, മഹാരഥത്തിൽ വന്ന. അപ്പോൾ ധ്രുവൻ വന്നത് എങ്ങനെയാ? മഹാരഥത്തിൽ വന്നിട്ടുള്ള ഉഗ്രധന്വ എന്ന് വെച്ചാൽ ശക്തമായ ധനുസ് കയ്യിലേന്തി നിൽക്കുന്ന വീരഹ, വളരെ വലിയ വീരനായിട്ടുള്ള ആ ധ്രുവ മഹാരാജാവ്, താൻ ആപതതഃ, തൻ്റെ നേരെ, താൻ എന്ന് വെച്ചാൽ അവർ, ആ യക്ഷന്മാർ തൻ്റെ നേരെ, ആപതത എന്ന് വെച്ചാൽ തൻ്റെ നേരെ അയക്കുന്ന ആ ആയുധങ്ങൾക്ക് പകരമായിട്ട് ഏകം ഓരോരുത്തർക്കും, യക്ഷന്മാരുടെ നേരെ ഓരോരുത്തർക്കും നേരെ യുഗപത്ത്, ഒരേ സമയം തന്നെ, അതായത് ഒരേ സമയത്ത് ഈ യക്ഷന്മാരെല്ലാവരുടെയും നേർക്ക് സർവാൻ എന്ന് വെച്ചാൽ എല്ലാവരുടെയും നേർക്ക് അഹം എന്ന് വെച്ചാൽ അതെല്ലാം ഇങ്ങനെ എയ്തൂന്ന്, തൊടുത്തു വിട്ടൂന്ന്. എന്ത്? ത്രിഭിഹി 3 വീതം ബാണങ്ങളെന്ന് മനസ്സിലായ. അപ്പോൾ അഹം എന്ന് വെച്ചാൽ തൊടുത്തു വിട്ടു, ബാണൈഹി ത്രിഭിഹി 3 വീതം ബാണങ്ങൾ, ഓരോ യക്ഷന്റെ നേരെയും 3 ബാണങ്ങൾ വെച്ച് ഒരേ സമയം തൊടുത്തു വിട്ടു എന്ന് ധ്രുവൻ. അപ്പൊ വലിയ ശക്തമായ രഥത്തിൽ കയറി മഹാരഥത്തിൽ വന്ന് മഹാധനുസ് കയ്യിലേന്തി വരുന്ന വീരനായ ആ ധ്രുവൻ തന്നെ ആക്രമിക്കാൻ യക്ഷന്മാർ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എന്താ ചെയ്തത്? എല്ലാ യക്ഷന്മാരുടെ ഏകം എന്ന് വെച്ചാൽ ഓരോ യക്ഷന്മാർക്കും നേരെ ഒരേ സമയം ഒരു ബാണമല്ല 3 ബാണങ്ങൾ വെച്ചിട്ടാണ് ഓരോർക്കും നേരെ എഴുതു വിട്ടത് എന്ന്. അപ്പൊ അത്രയ്ക്കും ബലശാലിയായിരുന്നു ധ്രുവൻ എന്നർത്ഥം. ശ്ലോകം 9. തേ വൈ ലലാടലഗ്നൈഃ തൈഃ ഇഷുഭിഃ സർവയേവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യ തത്. തേ വൈ, അപ്പോൾ യക്ഷന്മാർക്ക് നേരെ ഈ 3 ബാണങ്ങൾ വെച്ച് ഓരോരുത്തർക്കും നേരെ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അപകടമാണ്. അവരുടെ മുന്നിൽ നിൽക്കുന്ന ധ്രുവൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആ ധ്രുവൻ അത്ര നിസ്സാരക്കാരനല്ല എന്ന് യക്ഷന്മാർക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് നേരെ 3 ബാണങ്ങൾ
ബാണങ്ങളാണ് വരുന്നത്. അപ്പം ഈ ബാണങ്ങൾ ശിരസിൽ തറച്ച് അവരെല്ലാം നശിച്ചു പോകും, മരിച്ചു പോകുന്നവർക്ക് മനസ്സിലായി. അതാണ് പറയുന്നത് തേ വൈ, ആ യക്ഷന്മാർ ലലാട ലഗ്നൈ, തങ്ങളുടെ ശിരസിന് നേരെ വരുന്ന ആ അസ്ത്രങ്ങൾ കണ്ട് തൈഹി ഇഷുബിഹി, ആ അമ്പുകളാൽ സർവയേവഹ, എല്ലാവരും യക്ഷന്മാരെല്ലാവരും തങ്ങളുടെ ശിരസിന് നേരെ വരുന്ന അമ്പുകൾ, ആ അസ്ത്രങ്ങൾ കണ്ടിട്ട് മത്വ, അവർ ചിന്തിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. നിരസ്തം ആത്മാനം, അവർ തോൽക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴും യക്ഷന്മാരുടെ മഹത്വമാണ് അവിടെ പറയുന്നത്. അപ്പോഴും അവർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ തത് തസ്യ കർമ്മ, തത് ആ ധ്രുവന്റെ തത് എന്ന് വെച്ചാൽ അത്, തസ്യ ആ ധ്രുവന്റെ കർമ്മം, ധ്രുവൻ ഇപ്പൊ അവിടെ നിന്ന് ചെയ്യുന്ന കർമ്മം എന്താ? യുദ്ധം. ആ യുദ്ധത്തിൽ ആശംസൻ, ധ്രുവനെ അവർ പുകഴ്ത്തിയെന്ന്. അവര് തോൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലായെങ്കിൽ കൂടിയും അതിൽ നിരാശയല്ല. കാരണം ഒറ്റയ്ക്ക് നിന്ന് ആ യുദ്ധധർമ്മത്തെ തെറ്റിക്കാതെ ഇത്രയും യക്ഷന്മാർക്ക്, ബലവാന്മാരായിട്ടുള്ള യക്ഷന്മാർക്കെതിരെ ഒരേ സമയം ഇത്രയും അസ്ത്രങ്ങൾ തൊടുത്തുവിടുന്ന ആ യുദ്ധവീര്യം, ധ്രുവന്റെ യുദ്ധവീര്യം, ശത്രുവാണെങ്കിൽ പോലും അവൻ്റെ യുദ്ധവീര്യം കണ്ട്, ആ ശക്തി കണ്ടിട്ട് യക്ഷന്മാർ ധ്രുവനെ പുകഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ യക്ഷന്മാർക്ക് മനസ്സിലായി അവരെല്ലാവരുടെയും നേരെ, ശിരസിന് നേരെ വരുന്ന ധ്രുവന്റെ അസ്ത്രങ്ങൾ ഒന്നല്ല 3 എണ്ണമാണ് ഒരേ സമയം വരുന്നത്. അത് കണ്ടപ്പോൾ അവർ ചിന്തിച്ചു, ഞങ്ങൾ തോൽക്കാൻ പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവർ ചിന്തിച്ചു. പക്ഷേ എങ്കിൽ പോലും ശത്രുവായി നിൽക്കുന്ന ധ്രുവന്റെ ആ കഴിവ് കണ്ടിട്ട്, ആ വീര്യം കണ്ടിട്ട്, ആ പരാക്രമം കണ്ടിട്ട്, ആ യുദ്ധനീതി കണ്ടിട്ട്, ധർമ്മം തെറ്റിക്കാതെയുള്ള യുദ്ധനീതിയും കണ്ടിട്ട് യക്ഷന്മാർ ധ്രുവനെ പുകഴ്ത്തി എന്നാണ് പറയുന്നത്. ശ്ലോകം 10. തേ അഭി ച അമും അമൃഷ്യന്തഃ പാദസ്പർശം ഇവ ഉരഗ ശരൈഹി അവിദ്യൻ യുഗപത് ദ്വിഗുണം പ്രചികീർഷവഃ. തേ അഭി ച അമും അമൃഷ്യന്തഃ പാദസ്പർശം ഇവ ഉരഗമഃ ശരൈഹി അവിദ്യൻ യുഗപത് ദ്വിഗുണം പ്രചികീർഷവഃ. ഇവിടെ തേ അഭി എന്ന് വെച്ചാൽ ആ യക്ഷന്മാരെല്ലാവരും അമും ധ്രുവനിൽ അമൃഷ്യന്ത, അവർ ധ്രുവനെ പുകഴ്ത്തിയെങ്കിൽ പോലും ശത്രുവിന് നേരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, തോൽക്കാൻ പാടില്ല. അപ്പൊ ജയിക്കണം. യുദ്ധനീതി എന്താ? ഒരാൾ ഒന്നുകിൽ ജയിക്കുക, മറ്റേവർ അവസാനിക്കുക, മരിച്ചു പോവുക. അതാണ് യുദ്ധനീതി. അപ്പോൾ എല്ലാവരും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുള്ളൂ. അപ്പം ധ്രുവനെ അവർ ബഹുമാനിച്ചു, പുകഴ്ത്തി. എങ്കിൽ പോലും തോൽക്കാൻ പാടില്ല. അപ്പൊ ധ്രുവൻ അയക്കുന്ന അസ്ത്രങ്ങളെ അമൃഷ്യന്ത, അത് ക്ഷമിക്കാതെ, അതിന് ക്ഷമിക്കാൻ പറ്റില്ല, അതിന് തിരിച്ചു പ്രതികരിക്കുക തന്നെ വേണം. അപ്പോൾ ആ യക്ഷന്മാരെല്ലാവരും അമും എന്ന് വെച്ചാൽ ധ്രുവനെ അമൃഷ്യന്ത, ക്ഷമിക്കാതെ, ധ്രുവന്റെ ആ യുദ്ധത്തിന് ക്ഷമിക്കാതെ, പാദസ്പർശം ഇവ ഉരക, അതായത് ഉരകം സർപ്പം, സർപ്പത്തിനെ പാദസ്പർശം എന്ന് വെച്ചാൽ പതുക്കൊന്ന് തട്ടിയാൽ ഇവ സ്പർശം ഇങ്ങനെ, സർപ്പം നാഗം ഇങ്ങനെ പ്രതികരിക്കുക എന്ന പോലെ, ഇവ എന്ന് വെച്ചാൽ എന്ന പോലെ. അപ്പോൾ സർപ്പം എവിടെയെങ്കിലും നാഗം കിടക്കുമ്പോൾ നമ്മൾ പാദം കൊണ്ട് ഒന്ന് കാലുകൊണ്ട് ചവിട്ടിയാൽ അല്ലെങ്കിൽ പതുക്കെ ഒന്ന് അനക്കം വന്നാൽ ഒരു നാഗം എങ്ങനെ പ്രതികരിക്കും എന്നതുപോലെ, അതായത് അപ്പോൾ അവർ നാഗം തിരിച്ചു കൊത്തുമല്ലോ, അപ്പം അതുപോലെ ഒരു പ്രതികാരം, അതുപോലെ തിരിച്ച് യക്ഷന്മാരും പ്രതികരിച്ചു എന്ന്. ധ്രുവന്റെ അസ്ത്രങ്ങൾക്ക് നേരെ യക്ഷന്മാരും പ്രതികരിച്ചു. അപ്പം അതിനൊരു ഉപമ പറഞ്ഞതാണ് ഈ നാഗത്തെ പാദസ്പർശം എന്നാൽ കാലുകൊണ്ട് ചവിട്ടിയാൽ നാഗം എങ്ങനെ പ്രതികരിക്കും, അതുപോലെ ശരൈഹി ഒരുപാട് ശരങ്ങളാൽ അവിദ്യൻ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്തു എന്ന്, യുഗപത്ത് എന്ന് വെച്ചാൽ ഒരേ സമയം, ദ്വിഗുണം 2 ഇരട്ടി പ്രചികീർഷവ തിരിച്ചടിക്കാൻ, അതായത് ധ്രുവൻ ഇങ്ങോട്ട് തരുന്നതിൻ്റെ 2 ഇരട്ടിയായിട്ട് നിരവധി അസ്ത്രങ്ങൾ കൊണ്ട് ഒരേ സമയം ധ്രുവനെ അങ്ങ് അവർ പൊതിഞ്ഞു എന്ന്. ഒരേ സമയം ഈ കണ്ട യക്ഷന്മാർ നിരവധി അസ്ത്രങ്ങൾ ധ്രുവന് നേരെ പ്രയോഗിച്ച് പ്രചികീർഷവ എന്ന് വെച്ചാൽ തിരിച്ചു യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ധ്രുവന്റെ യുദ്ധനീതിയിലും മഹാശക്തിയിലും യക്ഷന്മാർ ധ്രുവനെ പുകഴ്ത്തി ബഹുമാനം തോന്നി. പക്ഷെ എന്നാൽ പോലും യുദ്ധനീതി തൻ്റെ ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ധ്രുവന്റെ ആ യുദ്ധത്തിന് അസ്ത്രങ്ങളോട് ക്ഷമിക്കാൻ കഴിയാതെ ഒരു പാദം കൊണ്ട് ചവിട്ടേറ്റ ഒരു സർപ്പം എങ്ങനെ പ്രതികരിക്കും? തിരിച്ചു കൊത്തുന്നത് പോലെ ഉടൻ തന്നെ തിരിച്ചടിക്കുമല്ലോ. അതുപോലെ തന്നെ യക്ഷന്മാരെല്ലാവരും തിരിച്ച് 2 ഇരട്ടി, ധ്രുവൻ ഇങ്ങോട്ട് ചെയ്യുന്നതിൻ്റെ 2 ഇരട്ടി അങ്ങോട്ട് തിരിച്ചടി അങ്ങോട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരേ സമയം നിരവധി അസ്ത്രങ്ങൾ ധ്രുവന് നേരെ അയച്ചു.
ശ്ലോകം 11-12 അവരെന്തൊക്കെ അസ്ത്രങ്ങളാണ് ഉപയോഗിച്ചതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. തതഃ പരിഘ നിസ്ത്രിംശൈഃ പ്രാസശൂല പരശ്വതൈഃ ശക്തി ഋഷ്ടിഭിഃ ഭൂഷുണ്ഡിഭിഃ അതുപോലെ ചിത്രവാജൈഃ ശരൈ അഭിഃ അഭ്യവർഷൻ പ്രകുപിത സരഥം സഹസാരഥീം ഇച്ഛന്ത തത് പ്രതികീർത്തിം ആയുധാനി ത്രയോദശഃ. 2 ശ്ലോകം ഒരുമിച്ചാണ്. തതഃ പരിഘ നിസ്ത്രിംശൈഃ പ്രാസശൂലഃ പരശ്വതൈഃ ശക്തി ഋഷ്ടിഭിഃ ഭൂഷുണ്ഡിഭിഃ ചിത്രവാജൈഃ ശരൈഃ അഭ്യവർഷൻ പ്രകുപിതാഃ രഥം സഹ സാരഥീം ഇച്ഛന്ത തത് പ്രതികീർത്തും ആയുധാനി ത്രയോദശഃ. പ്രതികർത്തും ആയുധാനി ത്രയോദശഃ. തതഃ അനന്തരം. അപ്പോൾ ഈ ആദ്യം ശരങ്ങൾ അയച്ചപ്പോൾ ധ്രുവൻ ആദ്യം ശരങ്ങൾ അയച്ചപ്പോൾ യക്ഷന്മാർ വന്ന് ധ്രുവനെ 2 ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു പ്രതികരിച്ചു എന്നല്ലേ പറയുന്നത്. അത് എങ്ങനെയെന്നാണ് പറയുന്നത്. അനന്തരം പരിഘ ഗദ കൊണ്ട് നിസ്ത്രിംശൈഃ വാളുകളാൽ പ്രാസശൂലഃ ത്രിശൂലങ്ങൾ കൊണ്ട് പരശ്വതൈ കുന്തങ്ങൾ കൊണ്ട് ശക്തി വേലുകൾ കൊണ്ട് ഋഷ്ടിഭിഃ ചാട്ടുളി കൊണ്ട് ഭൂഷുണ്ഡിഭിഃ ഭൂഷുണ്ഡി എന്ന ആയുധം ചിത്രവാജൈ ശരൈഃ ചിത്രവാജ് എന്ന് വെച്ചാൽ പലതരം തൂവലുകൾ കെട്ടിയിട്ടുള്ള ശരങ്ങൾ ശരത്തിൻ്റെ മുകളിൽ പല വിധത്തിലുള്ള തൂവലുകൾ കെട്ടിയിട്ടുണ്ട് ചിറകുകളോടുകൂടി അതാണ് ചിത്രവാജൈ ശരൈഃ ഇവയെല്ലാം തന്നെ അഭ്യവർഷൻ എന്ന് വെച്ചാൽ ആ ധ്രുവന് നേരെ ചൊരിഞ്ഞു എന്ന്. പ്രകുപിത എന്നാൽ കുപിതനായി തീർന്ന സഹരഥം രഥത്തോടുകൂടി സഹസാരഥി തൻ്റെ സാരഥിയോടുകൂടി അപ്പം രഥത്തോടുകൂടിയും സാരഥിയോടുകൂടിയും വന്നു ചേർന്ന ആ ധ്രുവന് നേരെ ഇത്രയും ആയുധങ്ങൾ ചൊരിഞ്ഞു. ഇച്ഛന്ത എന്ന് വെച്ചാൽ ആഗ്രഹിക്കുകയാണ്. തത് പ്രതികർത്തും ധ്രുവനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആയുധാനി ത്രയോദശഃ എത്ര യക്ഷന്മാരുണ്ടെന്നാണ് ഈ പറയുന്നത്. ത്രയോദശം 13 ആയുധാനാം 10,000 അതായത് 1,30,000 യക്ഷന്മാരായിരുന്നു ധ്രുവനോട് യുദ്ധം ചെയ്തതെന്ന്. കുറച്ചൊന്നല്ല, 1,30,000 യക്ഷന്മാർ. അവരെല്ലാവരും ആഗ്രഹിച്ചത് ധ്രുവനെതിരെ പ്രതികരിക്കണം, ധ്രുവനെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്ന്, ധ്രുവനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രഥത്തിൽ സാരഥിയോടൊപ്പം വന്നു ചേർന്ന ആ ധ്രുവനോടുള്ള കോപം കൊണ്ട് പല വിധത്തിലുള്ള ആയുധങ്ങളാണ് ധ്രുവന് നേരെ പ്രയോഗിച്ചത്. ഗദ, വാള്, ത്രിശൂലം, കുന്തങ്ങൾ, വേലുകൾ, ചാട്ടുളി, ഭൂഷുണ്ഡി എന്ന ആയുധം, പലതരത്തിലുള്ള ചിറകുകൾ അല്ലെങ്കിൽ ചിറകുകളോടുകൂടിയ ശരങ്ങൾ, ഇവയെല്ലാം തന്നെ ധ്രുവന് നേരെ ഒരേ സമയം ഈ 1,30,000 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ യക്ഷന്മാർ ഒരുമിച്ച് ഈ ധ്രുവന് നേരെ ചൊരിഞ്ഞു എന്നാണ് പറയുന്നത്. ചൊരിഞ്ഞു, എഴുതുമെന്നും പറയാൻ പറ്റില്ല, ചൊരിഞ്ഞു എന്ന്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇത്രയും അധികം യക്ഷന്മാർ ഒരൊറ്റ ധ്രുവന് നേരെ ഇത്രയധികം ആയുധങ്ങൾ ചൊരിയുമ്പോൾ ധ്രുവനെ പിന്നെ കാണാൻ പറ്റാത്ത പോലെ, ആ രഥത്തിൽ നിന്നുകൊണ്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത്, ആ രഥം പോലും കാണാൻ പറ്റാത്ത പോലെ ആയുധങ്ങൾ കൊണ്ട് മൂടിപ്പോയി എന്ന്. അതാണ് പറയുന്നത്. അത്രയ്ക്കധികം ആയുധങ്ങൾ, ഇത്രയ്ക്കധികം യക്ഷന്മാർ ഒരുമിച്ച് ധ്രുവന് നേരെ പ്രയോഗിച്ചു. അപ്പം 2 ഇരട്ടി ശക്തിയോടുകൂടിയാണ് അവർ യുദ്ധം ചെയ്തത്. അപ്പം അത്രയും ആയുധങ്ങൾ ധ്രുവന്റെ നേരെ വന്നു ചേർന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ശ്ലോകം 13 പറയുന്നു. ഔത്താനപാദിഹി സ തഥാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യതഃ ആച്ഛന്ന ആസരേണ യഥാഗിരിഹി. ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ആ ധ്രുവ മഹാരാജാവ് അവൻ തഥാ അപ്പോൾ ശസ്ത്രവർഷേണ ആയുധങ്ങളുടെ വർഷത്താൽ ഭൂരീണ വളരെയധികം ആയുധങ്ങൾ ഇങ്ങനെ വർഷിക്കപ്പെട്ടപ്പോൾ ഈ ധ്രുവ മഹാരാജാവിന് എന്താ സംഭവിച്ചത്? ഉപാദൃശ്യത, അദ്ദേഹത്തിനെ കാണാനില്ല എന്ന്. അതാണ് ആ ധ്രുവ മഹാരാജാവിനെ കാണാതായി എന്ന്. അത്രയ്ക്കും മൂടപ്പെട്ടു. ആച്ഛന്നഹ ആയുധങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു. ആസരേണ, എന്നിട്ട് ഉദാഹരണം പറയാണ്, ആസാരേണ യഥാഗിരി, അതായത് ധാരധാരയായിട്ട് പേമാരി പെയ്യുമ്പോൾ യഥാ എന്ന പോലെ ഗിരി, ഒരു പർവ്വതം കാണാതാ പറ്റ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ, അതായത് ധാരധാര ഇടതടവില്ലാതെ
ശക്തമായ മഴ പെയ്യാണ്. പേമാരി പെയ്യുമ്പോൾ ഒരു പർവ്വതം എങ്ങനെ കാണാതാകുന്നു? കാരണം മഴത്തുള്ളികൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നില്ല പർവ്വതം കാണാനായിട്ട്. അത്രയ്ക്ക് അതിശക്തമായ പെരുമഴയിൽ പർവ്വതം കാണാതാകുന്നത് പോലെ, ഒരു വലിയ പർവ്വതം കാണാതാകുന്നത് പോലെ ഇത്രയ്ക്കധികം യക്ഷന്മാർ ഒരേ സമയം നിരവധി ആയുധങ്ങൾ ധ്രുവനെതിരെ പ്രയോഗിച്ചപ്പോൾ ഇത്രയും ആയുധങ്ങൾ കൊണ്ട് ധ്രുവൻ മൂടപ്പെട്ടിട്ട് ധ്രുവനെ കാണാതായി. ആ രഥം പോലും കാണാതായി എന്നാ പറയുന്നത്. ധ്രുവൻ ഇരിക്കുന്ന ആ രഥം പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും ആയുധങ്ങളാൽ അവർ മൂടപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പോവില്ലല്ലോ. ധ്രുവൻ അത്രയും വലിയ അനുഗ്രഹം നേടി വന്നിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാലോ. അതാണ് ശ്ലോകം 14 പറയുന്നത്. ഹാഹാകാരഃ തഥാ ഏവ ആസീദ് സിദ്ധാനാം ദിവി പശ്യതാം ഹതഃ അയം മാനവഃ സൂര്യഃ മഗ്നഃ പുണ്യജന അർണവേ. എന്താ പറയുന്നതെന്നറിയോ? ഹാഹാകാരം. ആരാ പറഞ്ഞത്? അയ്യോ ഇതെന്താ ഈ സംഭവിക്കുന്നത് എന്ന്. തഥാ ഏവ, ആ സമയം, ആസീദ് ശബ്ദമുണ്ടായി എന്ന്, സിദ്ധാനാം സിദ്ധന്മാര്, ദിവി ആകാശത്ത് നിന്ന്, പശ്യതാം ഇത് കണ്ടുകൊണ്ട്. സിദ്ധന്മാരും യോഗീശ്വരന്മാരും ആകാശത്ത് വന്ന് നിന്ന്, ഇത് ആകാശചാരികളായിട്ട് ആകാശത്ത് വന്ന് നിന്ന് ഈ ഒരു കാഴ്ച, യക്ഷന്മാർ ധ്രുവനെ ആയുധങ്ങൾ കൊണ്ട് മൂടുന്ന ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഹാഹാകാരം മുഴക്കിന്ന് അതേ സമയം അവിടെ നിന്നിട്ട് അയ്യോ എന്താണ് ഈ സംഭവിക്കുന്നത്? എന്താ കാരണം? അവർക്കറിയാം ഇത്രയും വലിയ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആളാണ് ധ്രുവ മഹാരാജാവെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അയ്യോ എന്ന് ഹാഹാകാരം മുഴക്കി. ഈ യോഗീശ്വരന്മാരും സിദ്ധന്മാരും ആകാശത്ത് വന്ന് നിന്നിട്ട് എന്നിട്ട് അവർ പറയാണ് ഹതഃ അയം, ആ ധ്രുവൻ മരിച്ചു, ഇനി ഉണ്ടാവില്ല. ഇത്രയും ആയുധങ്ങൾ മേല് വന്ന് വീഴുമ്പോൾ പിന്നെ എങ്ങനെയാണ് ധ്രുവൻ ഉണ്ടാവുക? ആ ധ്രുവൻ മരിച്ചുപോയി. മാനവഹ, അതായത് മനുവംശത്തിൽ പിറന്ന, അതായത് സ്വയംഭുവ മനുവിൻ്റെ പൗത്രനായിട്ടുള്ള ആ ധ്രുവൻ. സൂര്യഃ മഗ്നക, സൂര്യ അതായത് സൂര്യൻ എന്ന പോലെ, മഗ്ന അതായത് മറഞ്ഞു പോയി എന്ന്. പുണ്യജനാം അർണവേ, പുണ്യജനങ്ങൾ എന്ന് പറഞ്ഞാൽ യക്ഷന്മാർ. അർണവം എന്ന് വെച്ചാൽ സമുദ്രം. യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ ഒരു സൂര്യൻ മറഞ്ഞു പോകുന്ന, കാർമേഘത്തിൽപ്പെട്ട് സൂര്യൻ മറഞ്ഞു പോകുന്നത് പോലെ ഈ ഒരു ധ്രുവൻ ആ ഒരു യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ അവരുടെ ആയുധങ്ങൾ കൊണ്ട് മറഞ്ഞുപോയിന്ന്. അപ്പോൾ ധ്രുവൻ അവിടെ കൊല്ലപ്പെട്ടത് കാണുമെന്ന് സിദ്ധന്മാർ വിചാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സിദ്ധന്മാരെല്ലാവരും ഈ കാഴ്ച കണ്ട് ആകാശത്ത് വന്ന് നിന്നിട്ട് ഈ കാഴ്ച കണ്ടപ്പോൾ, ധ്രുവനെ കാണാൻ പറ്റാത്ത രീതിയിൽ ആയുധങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അയ്യോ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് ഒരേ സമയം അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന്. ധ്രുവൻ വധിക്കപ്പെട്ടിട്ടുണ്ടാവും, കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഇത് മനുവംശത്തിൽ പിറന്ന സ്വയംഭുവ മനുവിൻ്റെ പൗത്രനാണ്. ആ ധ്രുവൻ ഒരു സൂര്യൻ കാർമേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോയതുപോലെ ഈ യക്ഷന്മാരാകുന്ന മഹാസമുദ്രത്തിൻ്റെ ആക്രമണത്തിൽ ധ്രുവൻ സൂര്യനെ പോലെ തന്നെ മറഞ്ഞു പോയിരിക്കുന്നു. അവൻ ആ ആയുധങ്ങൾക്കിടയിൽ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് സിദ്ധന്മാരും ഒക്കെ യോഗീശ്വരന്മാരും ഒക്കെ ആകാശത്ത് വന്ന് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ സമയം എന്താ ഉണ്ടായത്? ശ്ലോകം 15 നദത്സു യാതുദാനീഷു ജയകാശിഷു അധ നദത്സു യാധുദാനേഷു ജയകാശിഷു അധോ മൃദേ അധോ അധഃ മൃദേ ഉദതിഷ്ഠദരദഃ തസ്യ നീഹാരാത് ഇവ ഭാസ്കരഃ. നദത്സു ആർത്തു വിളിക്കുന്നതിന് ഈ ദേവന്മാരും ഈ ഒരു സിദ്ധന്മാരും ഒക്കെ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അതിനിടയിൽ യാതുദാനേഷു യക്ഷന്മാർ ജയകാശിഷു അവരുടെ ജയാരവം ഞങ്ങൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. അതോ അപ്പോൾ മൃദേ യുദ്ധത്തിൽ. അപ്പൊ ഇത് കണ്ടപ്പോൾ ധ്രുവൻ ആയുധങ്ങളാൽ മൂടപ്പെട്ട് കാണാതായതോടുകൂടി യക്ഷന്മാർ ഞങ്ങൾ വിജയിച്ചു എന്നൊരു ആ വിജയപ്രഖ്യാപനം നടത്തിയിട്ട്, അതായത് വിജയിച്ച കാഹളം മുഴക്കിയിട്ട് ആ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആർത്തു വിളിക്കാൻ തുടങ്ങിയെന്ന്. ഉറക്കെ അവർ വിളിച്ചു പറഞ്ഞ് അവരും ലഹള കൂട്ടാൻ തുടങ്ങി. ദേവന്മാർ ആർത്തു വിളിക്കുന്നുണ്ട്, സിദ്ധന്മാരും ആകാശത്ത് നിന്ന്. ഈ സമയം ഞങ്ങൾ വിജയിച്ചു, ധ്രുവൻ ഇവിടെ ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞ് വിജയകാഹളം മുഴക്കി യക്ഷന്മാരും ഉറക്കെ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉദതിഷ്ഠത് പുറത്തേക്ക് വന്നു. രഥഃ തസ്യ, അതായത് ആ ധ്രുവ മഹാരാജാവ് രഥത്തിൽ നിന്നുകൊണ്ട് തന്നെ, രഥത്തോടുകൂടി തന്നെ നീഹാരാത് ഇവ ഭാസ്കരഃ
കാർമേഘങ്ങൾക്ക് മാഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നിന്നും കാർമേഘങ്ങൾ മാഞ്ഞു പോയി അതിൻ്റെ പിന്നിൽ നിന്നും സൂര്യൻ ഭാസ്കരഹ, സൂര്യൻ എങ്ങനെ പുറത്തേക്ക് തെളിഞ്ഞു വരുന്നു അതുപോലെ ഈ ആയുധങ്ങളുടെ ഉള്ളിൽ നിന്നും ധ്രുവ മഹാരാജാവ് രഥത്തിൽ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് എന്ന്. അപ്പോൾ യക്ഷന്മാർ വിജയകാഹളവും മുഴക്കി ഉറക്കെ ഞങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആർത്തനാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കാർമേഘം നീങ്ങി സൂര്യൻ പുറത്തേക്ക് വരുന്നത് പോലെ, സൂര്യദേവൻ ഭാസ്കരൻ പുറത്തേക്ക് വരുന്ന പോലെ പ്രകാശിച്ചിട്ട് ഈ ആയുധങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതിൽ നിന്നും ആയുധങ്ങളെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് രഥത്തിൽ ധ്രുവൻ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നാണ്. മനസ്സിലായില്ലേ? ഇത്രയും മതി. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ എടുക്കാം.